റാപ്സഡി ഓഫ് റിയാലിറ്റീസ് മെയ് 23, 2025. എല്ലാ അധികാരികൾക്കുമായും പ്രാർത്ഥിക്കാം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പലരും ശാന്തവും സമാധാനകരവുമായ ജീവിതം ആഗ്രഹിക്കുന്നു. എങ്കിലും ഈ ആഗ്രഹം സഫലമാക്കുവാൻ ചെയ്യേണ്ടതായി കർത്താവ് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവഗണിക്കുന്നു. നമ്മുടെ രാഷ്ട്രങ്ങളെ സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സംഗീതങ്ങൾ ആക്കുവാനായി നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ദൈവവചനം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നാം സകല നേതാക്കൾക്കും നേതൃസ്ഥാനങ്ങളിലുള്ളവർക്കും ഉൾപ്പെടെ സകല മനുഷ്യർക്കുമായി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. ഗവർണർമാർക്കായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സംസ്ഥാനത്തിലോ നഗരത്തിലോ സമൂഹത്തിലോ ആയി സകല തരങ്ങളിലും പ്രവർത്തിക്കുന്ന നേതാക്കൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സമൂഹത്തിലെ തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജഡ്ജിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പോലീസിന്റെ തലവന്മാർക്കായും സേനയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രാഷ്ട്രത്തിലുള്ള എല്ലാ സ്ഥാപന തലവന്മാർക്കായും പ്രാർത്ഥിക്കുക. നിങ്ങൾ അവർക്കൊരുത്തർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രം അഭിവൃദ്ധി പ്രാപിക്കും. ജനങ്ങൾ ദേശത്തിൻ്റെ അഭിവൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെടും. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ വചനം പറയുന്നു, നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നിങ്ങളുടെ രാഷ്ട്രത്തിന് നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാളും സമ്പത്തുണ്ട്. എന്നാൽ ദൈവമക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വചനം ഉപയോഗിക്കുക, വചനത്തിന്മേൽ പ്രവർത്തിക്കുക. ദൈവം നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ രാജ്യത്തിനും അതിൻ്റെ നേതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരം ഗവൺമെന്റിനെ എതിർക്കുന്നതിലോ ഗവൺമെന്റിനെ മാറ്റുന്നതിലോ അല്ല. ഒരു നേതാവിനെ മാറ്റുന്നതിലൂടെയോ പകരം വേറൊരു നേതാവിനെ കണ്ടെത്തുന്നതിലൂടെയോ പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. യഥാർത്ഥ പരിഹാരം പ്രാർത്ഥനയിലാണുള്ളത്. പൗലോസ് പരിശുദ്ധാത്മ ശക്തിയിൽ നൽകുന്ന ക്രമത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരം ഉണ്ടാക്കാം. അപേക്ഷകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മധ്യസ്ഥത വഹിക്കുന്നതിലൂടെയും സകല മനുഷ്യർക്കും നേതൃസ്ഥലങ്ങളിലിരിക്കുന്ന സകലർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിലൂടെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനാകും. ഇപ്പോൾ തന്നെ ചില നിമിഷങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന രാഷ്ട്രങ്ങളിലെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഉപയോഗിക്കാമോ? പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്ന പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ ദേശത്തിൽ ശാന്തവും സമാധാനകരവുമായ സകല ദൈവികതയോടും നേരോടും കൂടിയുള്ള ജീവിതം നയിക്കുവാൻ ആവശ്യമായ അവസ്ഥ ഒരുക്കുക. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, പ്രാർത്ഥന എന്ന അനുഗ്രഹവും ഉത്തരവാദിത്വവും അങ്ങ് എനിക്ക് നൽകിയതിനായി നന്ദി. ലോകമെമ്പാടുമുള്ള എല്ലാ തരത്തിലുമുള്ള നേതാക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജ്ഞാനം അവരുടെ ഹൃദയങ്ങളിൽ നിറയുവാനും അങ്ങയുടെ നീതി അവരുടെ ഹൃദയങ്ങളെ ഭരിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരും അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും യഥാസ്ഥാനീകരിക്കുന്ന സകല രൂപരേഖകളും വ്യവസ്ഥകളും ലോകരാജ്യങ്ങളിലേക്കുള്ള അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വ്യാപനം എന്ന അങ്ങയുടെ പരിപൂർണ ആഗ്രഹവുമായി പൊരുത്തപ്പെടട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. തുടർ പഠനത്തിന് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1-4 വാക്യങ്ങൾ. യിരെമ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം 7-ാം വാക്യം. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 11-ാം വാക്യം.